ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്ക. ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇറാൻ കൃത്യമായ ഉറപ്പ് നൽകണം എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. പന്ത് ഇനി ഇറാന്റെ കോർട്ടിലാണെന്നും JD വാൻസ് പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വീണ്ടും ചേരുകയാണ്. മധു, ഇതിങ്ങനെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോവുകയാണ്. ഇനിയിപ്പോൾ പന്ത് ഇറാന്റെ കോർട്ടിലാണെന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇറാന്റെ ആ ഒരു നിലപാടുകളൊക്കെ തന്നെ ആദ്യം തന്നെ മുന്നോട്ട് വെച്ച ഉപാധികൾ അതും തന്നെ അംഗീകരിക്കാതെയാണ് ഇസ്ലാമാബാദിലെ ചർച്ചകൾ അലസിപ്പിരിഞ്ഞത്. ഇതിപ്പോൾ ഈ ഉപരോധം എന്ന് പറയുമ്പോൾ ഉപരോധം ഏർപ്പെടുത്തുന്നു, അതിൽ വലിയ വിമർശനങ്ങളുണ്ട്. അപ്പോഴാണ് ഒരു ഉപാധി കൂടി JD വാൻസ് മുന്നോട്ട് വെക്കുന്നത്. ഉന്മേഷ്, സ്മിത, നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത നിരവധി അദൃശ്യ ശക്തികൾ, അതായത് പല രാജ്യത്തിന്റെ തലവന്മാർ, ചൈന, അതുപോലെ റഷ്യയുടെ പുടിൻ ഉൾപ്പെടെയുള്ളവർ ഇതിനൊരു പരിഹാരം കാണുവാനായിട്ട് ഇതിന്റെ ബിഹൈൻഡ് ദ ഡോറിൽ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കാര്യം ഇത് രണ്ട് രാജ്യങ്ങളെയല്ല, വലിയൊരു രീതിയിൽ തന്നെ ലോകത്തെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഈ ചർച്ചകൾ അലസിപ്പിരിയാനുള്ള പ്രധാന കാരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏതാണ്ട് 440 കിലോയോളം ഇറാന്റെ പക്കലുണ്ടെന്നാണ് ഒരു വിലയിരുത്തൽ. ഇത് ഇറാന്റെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് അമേരിക്ക വാശി പിടിച്ചു. ഇത് കൂടാതെ തുടർന്നുള്ള ഈ സമ്പുഷ്ടീകരണം യുറേനിയം ഇറാൻ നടത്തുന്നത് 5 കൊല്ലത്തേക്ക് നിർത്തിവെക്കാമെന്ന് ഇറാൻ മുന്നോട്ടൊരു നിർദ്ദേശം വെച്ചു. അത് അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ലായിരുന്നു. JD വാൻസിനും സംഘത്തിനും അത് 20 വർഷമെങ്കിലും കുറഞ്ഞത് വേണമെന്നുള്ള വാശി പിടിച്ചതോടുകൂടിയാണ് ഈ ചർച്ച മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. എന്നാലും JD വാൻസ് ഇന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് തുടർ ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ട്. രണ്ട് രാജ്യങ്ങളുടെയും മീഡിയേറ്റേഴ്സും അല്ലാതെയുള്ളവരും ഇതിനായിട്ടുള്ള വീണ്ടും രണ്ടാം റൗണ്ട് ചർച്ചകളിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. പക്ഷെ അതിനുള്ളൊരു സമ്മർദ്ദമായിരിക്കാം ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ ഈ ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയത്. അതായത് ഇറാൻ കപ്പലുകൾക്ക് ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്കും തിരിച്ചു വരുന്നവർക്കുമാണ് ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ചൈന ഇതിനെതിരെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഇറാന്റെ ഒരു കപ്പൽ ഈ ഹോർമൂസ് കടലിടുക്ക് കടന്നു പോയി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രതിദിനം ഏതാണ്ട് 100 മില്യൺ ബാരൽ എണ്ണ വ്യാപാരമാണ് ഒരു ലോകത്ത് മൊത്തത്തിൽ നടക്കുന്നത്. അതിന്റെ 20% ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്നത്, അതായത് ഏകദേശം 20 മില്യൺ ബാരൽ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ 15-16 മില്യൺ ബാരലും 5 രാജ്യങ്ങളിലേക്കാണ്. അതായത് ചൈന, സൗത്ത് കൊറിയ, ഇന്ത്യ, ജപ്പാൻ, പിന്നെ അമേരിക്കയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റു രാജ്യങ്ങൾ. അതായത് ഏതാണ്ട് 190 പരം രാജ്യങ്ങളുള്ളതിലെ പ്രധാനപ്പെട്ട 5 രാജ്യങ്ങളെയാണ് ഹോർമൂസ് കടലിടുക്കിൽ നിന്നുള്ള ഈ എണ്ണ വ്യാപാരം വലിയ തോതിൽ ബാധിക്കുന്നത്. തന്നെയുമല്ല, അമേരിക്കയും അതുപോലെ തന്നെ ഇന്ത്യയും ഒക്കെ പകര സംവിധാനങ്ങൾ, റഷ്യൻ ഓയിലും അതുപോലെ വെനിൻസുല ഓയിൽ പോലുള്ള പകര സംവിധാനങ്ങൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചൈനയെ സംബന്ധിച്ച് ഒരു പ്രധാന പ്രശ്നമായിട്ട് വന്നിരിക്കുക. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത നല്ല രീതിയിൽ കാണാൻ കഴിയും. 33% മുകളിൽ അവർ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് വരുന്ന എണ്ണയാണ് ആശ്രയിക്കുന്നത്. സ്മിത, ഉന്മേഷ്. മധു, ഇപ്പോൾ ഈ ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളും തയ്യാറായപ്പോൾ തന്നെ ഇത് വേണ്ടത്ര ആത്മാർത്ഥതയോടെയുള്ള ഒരു സമീപനമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നതാണ്. ചർച്ച അലസിപ്പിരിഞ്ഞപ്പോൾ ആ ചോദ്യം വീണ്ടും ഉയർന്നു. ഇനി മുന്നോട്ടേക്ക് എന്തായിരിക്കും? എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് ഈ ഹോർമൂസിലെ ഉപരോധം കൂടി കണക്കിലെടുക്കുമ്പോൾ. അപ്പോൾ ലോകരാജ്യങ്ങളുടെ കൂടി വിഷയമായി ഇത് മാറുന്നുണ്ട്. മുന്നോട്ട് ചർച്ചകൾ പ്രതീക്ഷിക്കാമോ മധു ഈ ഘട്ടത്തിൽ? ചർച്ചകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാര്യം ഈ ഒരു കാര്യത്തിൽ ഈ ഡൊണാൾഡ് ട്രംപിന്റെ മുൻകാല ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മുമ്പ് നമ്മൾ ഈ ലൈവിലൊക്കെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമ്മളൊന്നും ചിന്തിക്കാത്ത അപ്രതീക്ഷിതമായ ചില വാഗ്ദാനങ്ങൾ ഡൊണാൾഡ് ട്രംപ് ചിലപ്പോൾ നൽകാൻ സാധ്യതയുണ്ടെന്നും ചില വിലയിരുത്തലുകൾ ഈ മേഖലയിലുള്ളവർ തന്നെ പറയുന്നു. അതായത് കൈനിറയ സമ്മാനങ്ങൾ ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ഓഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് മരവിപ്പിച്ച സമ്പത്തുകൾ എല്ലാം റിലീസ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഇറാനെ തിരിച്ച് ഒരു ഒന്നാം കിട രാജ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള അമേരിക്കൻ പിന്തുണ, അതുപോലെ അമേരിക്കൻ കമ്പനികളുമായിട്ടുള്ള സംയുക്തമായിട്ടുള്ള പാർട്ണർഷിപ്പ് കാര്യങ്ങളിലേക്ക് കടക്കുക. ഇതൊക്കെ ആദ്യ റൗണ്ട് ചർച്ചകൾ വന്നതുമാണ്. അമേരിക്കയ്ക്ക് ഒറ്റ കാര്യത്തിലാണ് ഈ കടുംപിടുത്തം, ഈ ആണവായുധം എന്നുള്ളൊരു കാര്യത്തിൽ. ഒരുപക്ഷെ അതിലൊരു അയവ് വന്നു കഴിഞ്ഞാൽ ഇത്തരം ചില അപ്രതീക്ഷിത നീക്കങ്ങൾ വന്നാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാര്യം ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിൽ വിലപേശി നമുക്കൊരിക്കലും നടക്കത്തില്ല എന്നുള്ള കാര്യത്തിലേക്ക് പോയിട്ട് ചോദിക്കുന്നതിലും കൂടുതൽ കൊടുത്ത ചരിത്രം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. സ്മിത, ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.